بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തു ഫാത്തിറിലെ 37-38 വചനങ്ങളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വഹും യസ്തരിഖൂന ഫീഹാ. വഹും, ഇവിടെ വാവ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾക്ക് ഫത്ഹ് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തർക്കീഖാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പലരും വഹും വഹും എന്നിങ്ങനെ അല്പം കനപ്പിച്ച് പറയും. വഹും എന്ന് നേർപ്പിച്ച് പറയണം. വഹും. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ വഹും യസ്തരിഖൂന, സ്വാദ് ത്വാ ഇവ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. തടിപ്പിച്ചോദണം. വഹും യസ്തരിഖൂന, ഖായിനും തഫ്ഖീം നിസ്ബിയാണ്. തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരം തന്നെ. മറ്റ് ഹർഫുകൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. വഹും യസ്തരിഖൂന ഫീഹാ. ഫീഹ, അവിടെ ഫീഹ എന്ന് തടിപ്പിച്ച് പറയരുത്. ഫീഹ. റബ്ബന അഖ്രിജ്ന, റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. റബ്ബന, ഇതിലെ അലിഫ് മദ് മുൻഫസിൽ ജായിസ് നൽകി. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. റബ്ബന അഖ്രിജ്ന, എന്ന് ഹംസക്ക് തഫ്ഖീം വരുന്നത് സൂക്ഷിക്കണം. അങ്ങനെ വരരുത്. എന്നത് എന്ന് തടിപ്പിച്ച് ഓതരുത് എന്നർത്ഥം. അഖ്രിജ്ന, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അപ്പോൾ ഈ പദത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹംസ ഇസ്തിഫാലിൻ്റെ അക്ഷരം, ഖാ ഇസ്തിഅലാൻ്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം, റാ തർക്കീഖാണ്, ജീമിന് തർക്കീഖും ഖൽഖലയും എല്ലാമാണ്, നൂനും അലിഫും ഇസ്തിഫാൽ തർക്കീഖ്. അപ്പോൾ അഖ്രിജ്ന, അഖ്രിജ്ന, നഅമൽ, നഅമൽ, ഐൻ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. നഅമൽ എന്നൊന്നായി പോകരുത്. നഅമൽ എന്ന് ഹംസയായി ഉച്ചരിച്ചാൽ പൂർണ്ണമായും അർത്ഥം തന്നെ മാറി മറ്റൊരു പദമായി മാറിക്കഴിഞ്ഞു. അതാണ് നഅമൽ, നഅമൽ രണ്ടും തമ്മിൽ വളരെ വലിയ അർത്ഥവ്യത്യാസമാണുള്ളത്. ശ്രദ്ധിക്കേണ്ടതാണ്. നഅമൽ സ്വാലിഹൻ, സ്വാലിഹൻ, സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. തടിപ്പിച്ചുച്ചരിക്കുക. സ്വാലിഹൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹൽക്കിൻ്റെ ഹർഫായ ഗൈൻ വന്നതിനാൽ സ്വാലിഹൻ ഗൈറ, ഗൈനിനും റായിനും തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ചോതുക. ഗൈറല്ലദീ, ഗൈറല്ലദീ കുന്നാ നഅമൽ, കുന്ന, നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക.
നഅമൽ വീണ്ടും പദം ആവർത്തിച്ചു. നഅമലു ഇതിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി നഅമൽ എന്നാണ് വഖഫ് ചെയ്യുക. അവിടെ ഐന് അതിൻ്റെ മഖ്റജായ വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിച്ച് തവസ്സുത്ത് അല്ലെങ്കിൽ ബൈനിയ എന്ന അതിൻ്റെ സിഫത്തൊക്കെ വ്യക്തമാക്കി നൽകിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. നഅമൽ. അവലം നുഅമ്മിർകും. അവലം 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 രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവലം തെറ്റാണ്, അവലം ശരിയാണ്. അതാണ് വ്യത്യാസം. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. അവലം നുഅമ്മിർകും. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. നുഅമ്മിർകും ഇതിൽ മീം മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട മീമുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. റാഇന് തർക്കീഖാണ്, കാരണം റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതുകൊണ്ട്. നുഅമ്മിർ നുഅമ്മിർ എന്ന് പറയരുത്, മറിച്ച് നുഅമ്മിർകും. ഇതിൽ നുഅമ്മിർകും എന്ന അന്ത്യത്തിലെ സാക്കിനായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്ന ഗണത്തിലൊക്കെ വരുന്ന ഇദ്ഗാമാണ്. അവിടെ രണ്ടും ഒരേ അക്ഷരമായതുകൊണ്ട് മുതമാസിലൈൻ എന്ന് പറയും. അതിനെ ലയിപ്പിച്ച് മണിക്കുകയാണ് വേണ്ടത് മീമായതുകൊണ്ട്. നുഅമ്മിർകും മാ യതദക്കറു. റാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. കാഫ് മഹ്മൂസായ ഷദീദായ അക്ഷരമാണ് എന്നത് ശ്രദ്ധിക്കുക. യതദക്കറു ഫീഹി മൻ തദക്കറ മൻ തദക്കറ. ഇതിൽ റാഇന് മാത്രമേ തഫ്ഖീം വരാവൂ. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ശ്രദ്ധിച്ചോദനം. മൻ തദക്കറ എന്ന് പറയുമ്പോൾ സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ തദക്കറ വജാഅകുമുൻ നദീർ. വജാഅകും ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. നദീർ ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉന്നത്ത് നൽകി ഉച്ചരിക്കേണ്ട ഹർഫാണ് നൂൻ മുഷദ്ദദ. നദീർ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റാഇന് തർക്കീഖാണ്, കാരണം റാഇൽ സുക്കൂൻ വരുന്നു വഖഫിന് വേണ്ടി, തൊട്ടു മുമ്പിൽ സാക്കിനായ യാ ഉണ്ട് എന്നതുകൊണ്ട്. നദീർ. ഫദൂഖൂ ഫദൂഖൂ. ഖാഫിന് മാത്രമാണ് തഫ്ഖീം നിസ്ബി കൊടുക്കേണ്ടത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല, തർക്കീഖാണ്. ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന. ഫമാ ഫമാ അല്ല, ഫമാ ലിദ്ദാലിമീന. ളാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം പൂർത്തിയാക്കി. ലിദ്ദാലിമീന മിൻ നസീർ. നൂനിനെ നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അപ്പോൾ മിൻ നസീർ. സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമാണ്. അന്ത്യത്തിൽ വന്ന റായിനും തർക്കീഖ് നൽകണം. റായിൽ സുക്കൂനും തൊട്ട് മുമ്പിൽ
സാക്കിനായ യാവുമുണ്ട് എന്നതുകൊണ്ട്. മിൻ നസീർ. ഇന്നല്ലാഹ, നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും മണിക്കുക. മണിക്കല്ല, അവിടെ തഫ്ഖീം കൊടുക്കുക. അള്ളാഹു എന്ന ലഫ്ളുൽ ജലാലയിൽ, ഇസ്മുൽ ജലാലയിൽ ലാമിനെയും അലിഫിനെയും തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ആലിമു, ആലിമു, ആലിമു എന്ന് പറയരുത്. ആലിമു തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുക. ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. ഗൈനിന് തഫ്ഖീമാണ്. അസ്സമാവാതി എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. വേർതിരിച്ച് വ്യക്തമാക്കി തഫ്ഖീമും തർക്കീഖും തടിപ്പിച്ചും നേർപ്പിച്ചും ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. വൽ അർദ്, അർദ് ഹംസ തർക്കീഖ് ചെയ്യുക. റാഇന് തഫ്ഖീം, ദ്വാദിനും തഫ്ഖീം. ദ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. കൂടാതെ ഇത്ബാഖ്, പിന്നെ ദ്വാദിന് മാത്രം ഇസ്തിതാല എന്ന ഒരു സിഫത്തും കൂടിയുണ്ട്. വൽ അർദ്, ഇതെല്ലാം ശ്രദ്ധിച്ചോതുക. ഇന്നഹു, ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ദ്വമീർ മദ്ദുസ്സില സുഗ്റ നൽകി ദീർഘിപ്പിച്ചോതുക, 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. ഇന്നഹു അലീമുൻ, ആ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം. അലീമുൻ ബിദാതി സുദൂർ. സ്വാദിന് ദമ്മാണ്, തഫ്ഖീം നിസ്ബി കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. അവിടെ ദാലിന് പലപ്പോഴും തെറ്റായി തഫ്ഖീം കൊടുത്തു പോകും. കാരണം സ്വാദ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. അന്ത്യത്തിൽ വരുന്ന റായിനും തഫ്ഖീം കൊടുക്കുകയും വേണം. ഇതിനിടയ്ക്കാണ് ദാല്. അപ്പോൾ ആ ദാലിലേക്കും തഫ്ഖീം ചേരുക എന്നത് ചിലർക്ക് വരുന്ന അബദ്ധമാണ്. അസ്സുദൂർ ശ്രദ്ധിച്ചോതേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير إن الله عالم غيب السماوات والأرض إنه عليم بذات الصدور.